Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which operation does not affect the energy of a signal x of t? ഒരു സിഗ്നലിൻ്റെ എനർജീനെ എഫക്റ്റ് ചെയ്യാത്ത ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ടൈം ഷിഫ്റ്റിംഗ്, ടൈം സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. ഇതിൽ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ സിഗ്നലിന് ടൈം ആക്സിസിൽ ജസ്റ്റ് ഒരു ഷിഫ്റ്റ് വരുന്നേ ഉള്ളൂ. സിഗ്നൽസിൻ്റെ ഷേപ്പിലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ വേരിയേഷൻ ഇല്ല. ടൈം സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം സ്കെയിലിംഗ് കംപ്രഷൻ ആവാം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആവാം. അപ്പോൾ അത് അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുന്നുണ്ട്. ടൈം റിവേഴ്സൽ എന്ന് പറയുന്നതും നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അത് ഫ്ലിപ്പ് ചെയ്യാണ്, സിഗ്നൽ വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്യാണ്. അപ്പോഴും ടൈമിൻ്റെ സിഗ്നലിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിങ്ങിൽ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ സിഗ്നലിൻ്റെ ഷേപ്പിലോ മാഗ്നിറ്റ്യൂഡിലോ ചേഞ്ച് വരാത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് നടത്തിയാൽ അത് മാത്രമാണ് സിഗ്നലിൻ്റെ എനർജിയിൽ ചേഞ്ചസ് വരില്ല. ദാറ്റ് ഈസ് എനർജിയുടെ ഓപ്പറേഷൻ ഇക്വേഷൻ എന്താണ്? എനർജി ഈക്വൽ ടു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് x ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി ആണ്. അപ്പോൾ എനർജി എഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു ഓപ്പറേഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ടൈം ഷിഫ്റ്റിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം y ഓഫ് ടി ഈക്വൽ ടു x ഓഫ് ടി പ്ലസ് 3 ഈസ്. ഈ സിസ്റ്റത്തിലെ ലീനിയർ ആണോ, ടൈം ഇൻവാരിയൻ്റ് ആണോ, ലീനിയർ ആൻഡ് ടൈം ഇൻവാരിയൻ്റ് ആണോ, നോൺ ലീനിയർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ലീനിയാരിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിൽ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയും ഹോമോജനിറ്റി പ്രോപ്പർട്ടിയും. ഇതിൽ ഈ തന്നിരിക്കുന്ന സിഗ്നൽ സിസ്റ്റം ഹോമോജനിറ്റി പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കാം? ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലെ ഒരു ഇൻപുട്ട് എക്സ് ഓഫ് ടീൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ എ എന്ന് പറയുന്ന ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്താൽ കറസ്പോണ്ടിംഗ്ലി എ വൈ ഓഫ് ടി കിട്ടുകയാണെങ്കിൽ ആ സിസ്റ്റം ഹോമോജനിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇൻപുട്ട് എ എക്സ് ഓഫ് ടി കൊടുത്തു കഴിഞ്ഞു. എ എക്സ് ഓഫ് ടി കൊടുത്തപ്പോൾ ഇൻപുട്ട് എ എക്സ് ഓഫ് ടി കൊടുത്തപ്പോൾ കറസ്പോണ്ടിങ് വൈ ഓഫ് ടി എന്താ വരിക? എ എക്സ് ഓഫ് ടി പ്ലസ് 3 എന്നല്ലേ വരിക? അതായത് എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എ എക്സ് ഓഫ് ടി വരും. ബട്ട് എ വൈ ഓഫ് ടി കറക്റ്റ് നമുക്ക് എന്താ കിട്ടേണ്ടിയിരുന്നത്? എ വൈ ഓഫ് ടി ആണ് കിട്ടേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് എ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഓൾ കോമൺ ആണ്. എക്സ് ഓഫ് ടി പ്ലസ് 3ക്ക് കോമൺ ആയിട്ട് എ വരും. അത് സിംപ്ലിഫൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ എക്സ് ഓഫ് ടി പ്ലസ് 3a വരും. പ്ലസ് 3a വന്നെങ്കിൽ മാത്രമാണ് എ വൈ ഓഫ് ടി ആവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3a ആണോ? അല്ല, എക്സ് ഓഫ് ടിക്ക് മാത്രമാണ് എ വന്നിട്ടുള്ളത്. അതായത് ഹോമോജനിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ സിസ്റ്റം ലീനിയർ അല്ല, അത് നോൺ ലീനിയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് x ഓഫ് n മൈനസ് 1 ഈസ്. ഈ സിസ്റ്റം കോസൽ ആൻഡ് മെമ്മറിലെസ്, കോസൽ ആൻഡ് വിത്ത് മെമ്മറി, നോൺ കോസൽ, അൺസ്റ്റേബിൾ. അപ്പോൾ സിസ്റ്റം കോസൽ ആണോ എന്ന് എങ്ങനെ നോക്കാം? കോസൽ ആവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസൽ സിസ്റ്റം പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്ടിനെയും മാത്രമേ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഓൺലി പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട് ഉണ്ടാവും, ഫ്യൂച്ചർ ഇൻപുട്ട് ഉണ്ടാവില്ല. ഇവിടെ ഫ്യൂച്ചർ ടേം ഒന്നുമില്ല, n+1 n+2 അങ്ങനത്തെ ടേംസ് ഒന്നുമില്ല. അപ്പോൾ സിസ്റ്റം കോസലാണ്. ഇനി മെമ്മറി ഉണ്ടോ? മെമ്മറി ഉണ്ട്, കാരണം പാസ്റ്റ് ഇൻപുട്ട് അതിലുണ്ട് അല്ലേ. എക്സ് ഓഫ് n മൈനസ് 1 എന്ന് പറയുന്നത് പാസ്റ്റ് ഇൻപുട്ടാണ്. അപ്പോൾ സിസ്റ്റത്തിന് മെമ്മറിയും ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ കോസൽ വിത്ത് മെമ്മറിയാണ്. ഓക്കെ. Which of the following system is BIBO stable? That is bounded input, bounded output. Y of t equal to t x of t, y of t equal to sin x of t, y of t equal to integral -infinity to t x of tau d tau, y of t equal to x of t cube. ബിബോ സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ്ങിലി ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വൈ ഓഫ് ടി ഈക്വൽ ടു ടി എക്സ് ഓഫ് ടി കൺസിഡർ ചെയ്യാം. ടി എക്സ് ഓഫ് ടിയിൽ അത് വാരി ചെയ്യും. അതായത് ടി എന്ന് പറയുന്നത് അത് എക്സ് ഓഫ് ടി എന്ന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? ടി ടൈംസ് എക്സ് ഓഫ് ടി. അത് നമുക്ക് ബൗണ്ടഡ് ഔട്ട്പുട്ട് അല്ല. വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ എക്സ് ഓഫ് ടി ബിബോ സ്റ്റേബിൾ ആണ്. കാരണം സൈൻ എക്സ് ഓഫ് ടിയുടെ വാല്യൂ -1നും +1നും ഇടയിലാണ്. ദാറ്റ് ഇസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ എക്സ് ഓഫ് ടി ബിബോ സ്റ്റേബിൾ ആണ്.
y of t equal to integral minus infinity to tau x of tau d tau എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. കാരണം നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? റാമ്പ് ഫംഗ്ഷൻ അല്ലേ കിട്ടുക? റാമ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ് അല്ലേ? അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിഫോർ സ്റ്റേബിൾ അല്ല. y of t equal to x of t the whole cube എന്ന് പറഞ്ഞാൽ x of t ബൗണ്ടഡ് ആണെങ്കിൽ y of t ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും ആണ് അതിൻ്റെ ആൻസേഴ്സ്. The system y of t equal to x of t plus x of t minus 1 plus x of t minus 2 is കോസൽ ആണോ നോൺ കോസൽ ആണോ, മെമ്മറി ഉണ്ടോ മെമ്മറിലെസ് ആണോ, ടൈം വേരിയിങ്, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. സിസ്റ്റം കോസൽ ആണോ? കോസൽ ആണ്. കാരണം എന്താ? സിസ്റ്റം പ്രസൻറ്റിനെയും പാസ്റ്റ് ഇൻപുട്ടിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണം തന്നെ അതിന് മെമ്മറി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക, കോസൽ വിത്ത് മെമ്മറി. Next question, the response of linear time invariant system to an impulse is called. ഒരു സിസ്റ്റം LTI സിസ്റ്റം ഉണ്ട്. ആ LTI സിസ്റ്റത്തിൽ നമ്മൾ ഇമ്പൾസ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ആ റെസ്പോൺസിന് നമ്മൾ എന്താ പറയുക? ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അതിന് ഡെൽ ഓഫ് ടി, ഓക്കെ, ഡെൽ ഓഫ് ടി ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. Next question, a discrete time LTI system has impulse response h of n equal to del of n plus del of n minus 1. The output for input x of n equal to u of n is. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന് ഒരു ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ആണ്. LTI സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസും ഇൻപുട്ടും തന്നിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? y of n എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൺവല്യൂഷൻ ഇമ്പൾസ് റെസ്പോൺസ്, ദാറ്റ് ഈസ് x of n കൺവല്യൂഷൻ h of n. x of n u of n ആണ് കൺവല്യൂഷൻ. h of n എന്ന് പറഞ്ഞാൽ del of n പ്ലസ് del of n minus 1 ആണ്. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് u of n കൺവല്യൂഷൻ del of n പ്ലസ് u of n കൺവല്യൂഷൻ del of n minus 1 എന്ന് എഴുതാം. ദെൻ u of n കൺവല്യൂഷൻ del of n എന്താണ്? u of n തന്നെയാണ്. ഏതൊരു സിഗ്നലും ഇമ്പൾസ് റെസ്പോൺസ് del of n ആയിട്ട് കൺവല്യൂട്ട് ചെയ്താൽ ആ സിഗ്നൽ തന്നെയാണ് കിട്ടുക. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് u of n കൺവല്യൂഷൻ del of n minus 1 എന്ന് പറഞ്ഞാൽ u of n minus 1 ആണ് കിട്ടുക. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഈ ഡെല്ല് എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോയിന്റിലോട്ട് തന്നെ എക്സ് ഓഫ് എന്നും ഷിഫ്റ്റ് ആവും. അതുകൊണ്ടാണ് u of n minus 1 വന്നത്. ദെൻ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. Question, for a continuous time LTI system with impulse response h of t equal to e raised to minus t u of t, the system is. അപ്പോൾ e raised to minus t u of t ആണ് ഇമ്പൾസ് റെസ്പോൺസ്. അങ്ങനെയാണെങ്കിൽ കോസൽ ആവാൻ ചാൻസ് ഉണ്ടോ? u of t വന്നിട്ടുണ്ട്. u of t വന്നത് കാരണം ആ സിഗ്നൽ എന്ന് പറയുന്നത് t ലെസ് ദാൻ 0 0 ആയിരിക്കും. t ഗ്രേറ്റർ ദാൻ 0 റൈറ്റ് സൈഡിലാണ് സിഗ്നൽ സിസ്റ്റം ഇമ്പൾസ് റെസ്പോൺസ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോസൽ ആയിരിക്കും. ഇനി സ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ ആണെന്ന് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് എക്സ് ഓഫ് ടി ഡി ടി ആണ്. ഇവിടെ യു ഓഫ് ടി ഉള്ള കാരണം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 to ഇൻഫിനിറ്റി ആയി. മോഡ് ഇ റേസ് ടു മൈനസ് ടി ഡി ടി ഈക്വൽ ടു എന്താണ്? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിളും ആണ് കോസലും ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, if x of n equal to del of n minus 2 and h of n equal to del of n plus 2, then y of n equal to x of n convolution h of n is what? x of n തന്നിട്ടുണ്ട്, h of n തന്നിട്ടുണ്ട്. then y of n എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻപുട്ടിൻ്റെയും ഇമ്പൾസ് റെസ്പോൺസിൻ്റെയും കൺവല്യൂഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ട് ഡെൽറ്റ ഫംഗ്ഷൻസിൻ്റെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del of n minus a കൺവല്യൂഷൻ del of n minus b എന്ന് പറഞ്ഞാൽ del of n minus of a plus b ആണ്. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2ഉം ബി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ del of n minus 2 plus 2, that is 2 ക്യാൻസൽ ആയിട്ട് del of n തന്നെ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. A system with impulse response h of n equal to a raised to n u of n where mod a less than 1 is. ആ സിസ്റ്റം കോസലാണോ സ്റ്റേബിൾ ആണോ അങ്ങനെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. u of n വന്നാൽ തന്നെ നമുക്ക് പറയാം അത് കോസലാണെന്ന് പറയാം. സ്റ്റേബിൾ ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യുക? ഇത് മോഡ് എ ലെസ് ദാൻ 1 അല്ലേ, അപ്പോൾ അതിൻ്റെ സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എൻ ചെയ്താൽ മതി. അപ്പോൾ മോഡ്ലെസ് എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എ റേസ് ടു എൻ യു ഓഫ് എൻ ആണല്ലേ. അപ്പോൾ സമ്മേഷൻ 0 to ഇൻഫിനിറ്റി മോഡ് എ റേസ് ടു എൻ യു ഓഫ് എൻ വരും. മോഡ് യു ഓഫ് എൻ 1 ആണ്, അപ്പോൾ മോഡ് എ റേസ് ടു എൻ വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു GP അല്ലേ, ജിയോമെട്രി പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് മോഡ് എ വരും ആൻസർ.
അതൊരു സ്റ്റേബിൾ വാല്യൂ ആണ്. അപ്പോൾ ഫൈനൈറ്റ് വാല്യൂ ആണ്, അത് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ആൻസർ എ ആണ്, കോസ്റ്റലും ആണ്, സ്റ്റേബിളും ആണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.